ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അങ്ങനെ വിഷു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും അതുകൂടാതെ ഇനി ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി വന്നിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു തമിഴ് സിനിമയാണ് വന്നിട്ടുള്ളത്. അതിന് മുമ്പ് വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ഏതൊക്കെ സിനിമകളാണെന്ന് പറയുന്നതിന് മുമ്പേ ബഡേ മിയാൻ ചോട്ടെ മിയാൻ, ജയ് ഗണേഷ്, ആവേശം, വർഷങ്ങൾക്ക് ശേഷം ഈ വിഷുവിന് ഇറങ്ങിയ എല്ലാ സിനിമകളും കണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളാണ് നോക്കാം. ഒന്നാമത്തെ സിനിമ പൊൻ ഒன்று കണ്ടേ എന്ന് പറഞ്ഞൊരു തമിഴ് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അശോക് സെൽവനും ഐശ്വര്യ ലക്ഷ്മിയൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു. അപ്പോൾ ജിയോ സിനിമ വഴി ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അടുത്ത ഇംഗ്ലീഷിൽ നിന്നുള്ള ഒരു സിനിമയാണ് ഡ്യൂൺ പാർട്ട് 2 എന്നാണ് സിനിമയുടെ പേര്. ഒരു സയൻസ് ഫിക്ഷൻ ആൻഡ് അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ ഒരു സിനിമ ബുക്ക് മൈ ഷോസ് വഴി ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഹിന്ദി ഭാഷയിൽ പിന്നെ എന്താ പറയുക, ഇംഗ്ലീഷ് ഭാഷയിൽ ഹിന്ദി ഭാഷയിലായിട്ട് ബുക്ക് മൈ ഷോസ് വഴി ഈ സിനിമ ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സിനിമകളാണ് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരാഴ്ച റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു ഹിന്ദി മൂവിയാണ്. ആർട്ടിക്കിൾ 370 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. പ്രിയമണിയൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. ഒരു ഡ്രാമ ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ജിയോ സിനിമ വഴി ഈ ഒരു സിനിമ ഏപ്രിൽ മാസം 19-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ടായിരിക്കും ഈ സിനിമ വരിക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മറ്റു ഭാഷകളിൽ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ അറിയാവുന്നതാണ്. അടുത്തത് ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. മൈ ഡിയർ ഡോങ്ക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഈ സിനിമ ഏപ്രിൽ മാസം 19-ാം തീയതി തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് ആക്ഷൻ സയൻസ് ഫിക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് റബൽ മൂൺ പാർട്ട് 2 ദ സ്കാർ ഗിവർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ ഏപ്രിൽ മാസം 19-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തൊരു തമിഴ് നല്ലൊരു സിനിമയാണ്. ഒരു ക്രൈം ത്രില്ലർ ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് സൈറൻ എന്ന് പറഞ്ഞ സിനിമ. ജയൻ രവി അതുപോലെ തന്നെ കീർത്തി സുരേഷ് ഒക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു. തിയേറ്ററിൽ ഒരു പരാജയമായിരുന്നു ഈ ഒരു സിനിമ. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ ഏപ്രിൽ മാസം 19-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തൊരു തമിഴ് സിനിമ തന്നെയാണ് യാവരും വല്ലവരെ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ആഹാ തമിഴ് വഴി ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് പിന്നെ ഏപ്രിൽ മാസം 19-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇപ്പോൾ ഓൾറെഡി അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളത് ഈ ഒരാഴ്ച റിലീസ് ചെയ്യാനുള്ളത്. ഇനി വേറെ സിനിമകളൊക്കെ വന്നേക്കാം, വേറെ അപ്ഡേറ്റുകളൊക്കെ വന്നേക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഈ ആഴ്ച ഏതെങ്കിലും മലയാള സിനിമകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അടുത്ത ആഴ്ചകളായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന 2 സിനിമകളുടെ അപ്ഡേറ്റുകളുണ്ട്. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു തെലുങ്ക് മൂവിയാണ്. ഒരു ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ഗോപിചന്ദ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഭീമ എന്ന് പറഞ്ഞ സിനിമ ഏപ്രിൽ മാസം 26-ാം തീയതി ഈ ഒരു സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. തെലുങ്ക് ഭാഷ മാത്രമായിട്ടാണോ അല്ലെങ്കിൽ മറ്റു ഭാഷയിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്ഡേറ്റുകൾ വരുന്നതാണ്, വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയർ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ ഒരു സിനിമ ഓവർസീസ് വഴി ആമസോൺ പ്രൈം വഴി മെയ് മാസം 14-ാം തീയതി റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അതായത് ഇന്ത്യക്ക് പുറത്താണ് ആമസോൺ പ്രൈമിൽ മെയ് മാസം 14-ന് വരാൻ തയ്യാറെടുക്കുന്നത്. എന്തായാലും ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയറിന് എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് അറിയാം. തിയേറ്ററിൽ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ്. തിയേറ്റർ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ്. ഇപ്പോഴും തിയേറ്ററിൽ കളിക്കുന്നുണ്ട് ഈ ഒരു സിനിമ എന്നാണ് എൻ്റെ ഒരു അറിവ്. എന്തായാലും തിയേറ്റർ തന്നെ പോയി കാണാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയും അപ്ഡേറ്റുകളാണുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ളത്, ഏതൊക്കെയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്, തിയേറ്ററിൽ വിഷുവിന് ഇറങ്ങിയ സിനിമകളൊക്കെ നിങ്ങൾ കണ്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും